പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ അനുഗ്രഹത്തിൻ്റെ രാത്രിയിൽ, ഈ സമയങ്ങളിൽ നമ്മളോട് വചനം പങ്കുവയ്ക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഏറെ സ്നേഹബഹുമാനപ്പെട്ട ഫാദർ ബോസ്കോ ഞെളിയത്ത് ഓക്കാമച്ചനാണ്. നമുക്കെല്ലാം ഈ അച്ഛനെ സുപരിചിതനാണ്. ഒരു ധ്യാന ഗുരുവും വചനപ്രഘോഷകനും. ഷാലോൺ ടി വിയിലൂടെ നിരവധി വചനം പങ്കുവെച്ച പ്രോഗ്രാമുകൾ ചെയ്യുകയും അച്ഛൻ ചെയ്തിട്ടുണ്ട്. നിലവിൽ അച്ഛൻ കാർമൽ റിട്രീറ്റ് സെൻറ്റർ കരകുറ്റിയിലെ ഡയറക്ടറാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ കരങ്ങളടിച്ച് നമുക്ക് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഖാണോ? ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ സ്നേഹത്തോടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ ഈശോയിൽ നിന്ന് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിറയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം ഒത്തിരിയേറെ തിന്മ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. അതിലേറെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയുമൊക്കെ അതുപോലെ നമ്മിൽ പ്രകടമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ലോകത്തെ ഈ സമയത്ത് ജീവിക്കണം. ഞാനിന്ന് ഈ നൈറ്റ് വിജിലിൽ നമ്മളുമായിട്ട് എന്ത് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന 1-2 ചിന്തകൾ. ഞാൻ 2024 ഓഗസ്റ്റ് മാസം 27-ാം തീയതി മോണിക്ക പുണ്യമതിയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ഒരു പ്രാർത്ഥന തുടങ്ങി. മോണിക്ക പ്രാർത്ഥന. മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇന്നു വരെ അത് മുടങ്ങാതെ 10,000 പേരെങ്കിലും മിനിമം പങ്കെടുക്കുന്ന ശുശ്രൂഷയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒത്തിരി അമ്മമാരെ വിളിക്കും, അപ്പന്മാരെ വിളിക്കും. വഴിതെറ്റിപ്പോയ മക്കള്, ഒത്തിരിയേറെ തകർന്നു പോയ യുവമക്കള്, പൈശാചിക പീഡകൾ അടിമപ്പെട്ടു പോയ മക്കള്, ഒത്തിരി പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്തൊക്കെ എന്നെ ചിന്തിപ്പിച്ചൊരു വലിയൊരു കാര്യം, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ തകർന്നു പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തളർന്നു പോകുന്നു? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 33-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനം പറയുന്നുണ്ട്, കർത്താവ് ദൈവമായുള്ള ജനവും ദൈവം തൻ്റെ സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ഭാഗ്യപ്പെട്ടതാണ്. ഹല്ലേലൂയ. എന്താണ്? കർത്താവ് ദൈവമായുള്ള ജനം നമ്മൾ ആണല്ലയോ? ഹലോ, നമ്മൾ ആരാണ്? കർത്താവ് ദൈവമായുള്ള ജനം. മാത്രമല്ല, ദൈവം തൻ്റെ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ജനമാണ് നമ്മളൊക്കെ. ഇത് നമ്മൾ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കണം. ഇനി അതുകൊണ്ട് തന്നെ ഞാൻ പറയും, നമ്മൾ മാമോദിസായിലൂടെ ദൈവത്തിൻ്റെ മക്കളായി ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മോട് പിശാചിന് ഭയങ്കരമായ ശത്രുതയുണ്ട്. നമ്മളതറിയണം. പിശാചിന് നമ്മളോട് ഭയങ്കരമായ എന്തുണ്ട്? ശത്രുത. അതാണ് 1 പത്രോസ് 5:8 പത്രോസിലേക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്നുണ്ട്. ഇതാരറിയണം? നമ്മൾ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി വേദനയോടെ വിളിച്ചു. ഞാൻ ഓർക്കാണ്, ഓരോ ദിവസവും അമ്മച്ചിമാർ ഒത്തിരി വിളിക്കും. അമ്മച്ചിമാർക്ക് ഏറ്റവും കൂടുതൽ വിഷമം. അപ്പച്ചന്മാരും മിണ്ടാണ്ടിരിക്കും. വേറെ ലെവലാണ്. വിഷമമില്ലാഞ്ഞിട്ടൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ അമ്മച്ചി പറയാ, അവിടെ മകളെ BSc പഠിക്കാൻ വേണ്ടി UK വിട്ടു. അവിടെ ചെന്ന് അവള് നന്നായിട്ടൊക്കെ പഠിച്ചു പോണു. 2 മാസമായിട്ട് വിളിയില്ല, സംസാരമില്ല, ഒന്നുമില്ല. ഇവൾക്കൊരു കോണ്ടാക്റ്റ് ഇല്ല. അങ്ങനെ അവസാനം ഈ പെൺകൊച്ചിൻ്റെ ആങ്ങളെ ചെറുക്കൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഈ പെൺകുട്ടി കേരളത്തിൽ വന്നിട്ടുണ്ട് ആ ദിവസങ്ങളിൽ. എന്നിട്ട് ചെറുക്കൻ്റെ കൂടെ ബീച്ചിൽ ഫോട്ടോ എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കാം. ഒരു അന്വേഷിച്ച് അവസാനം കണ്ടുപിടിച്ചു, നമ്മുടെ സഭയിൽ നിന്ന് വേറിട്ട് ഒരു അന്യമതസ്ഥനായ ചെറുപ്പക്കാരൻ്റെ കൂടെ അവിടെ വെച്ച് ബന്ധം സ്ഥാപിച്ച് അവൻ്റെ കൂടെ നാട്ടിൽ വന്ന് അവൻ്റെ കൂടെ ബീച്ചിൽ കറങ്ങി നടക്കുന്ന അവസ്ഥയിൽ ഇവർ കട്ടപ്പെട്ട് ഇവൻ്റെ വീട്ടിൽ നിന്ന് ഈ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. നമ്മെ വിട്ട്, കുടുംബം വിട്ട്, സഭ വിട്ട്, അപ്പനെ വിട്ട്, അമ്മേനെ വിട്ട്, സഹോദരങ്ങൾ വിട്ട് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഈ കുഞ്ഞിനെ നയിക്കുന്ന പൈശാചിക ശക്തി എന്താണ്? ഇതൊരു സംഭവമൊന്നുമല്ല, ഒത്തിരിയേറെ സംഭവങ്ങൾ.
അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള് ഈ കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കപ്പെട്ട, നമ്മൾ ഉയർത്തപ്പെട്ട, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമുണ്ട്. അത് ദൈവമക്കളുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് 2 തിമോത്തി 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തില് തിമോത്തിയോസിന്റെ കാര്യം പറയുന്നുണ്ട്. പൗലോസ് പറയാണ്, എൻ്റെ കൈവയ്പ് വഴി നിനക്ക് ലഭിച്ച ദൈവിക വരം നീ വീണ്ടും ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എന്താണ്? നമുക്ക് ലഭിച്ച ഒരു ദൈവിക വരമുണ്ട്. മാമോദിസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുംഭസാരത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, വിവാഹം എന്ന കൂദാശയിലൂടെ, പൗരോഹിത്യം എന്ന തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക വരമുണ്ട്. ആ ദൈവിക വരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. ആ കൃപ, ഞാൻ പറയും, നമ്മള് ക്രിസ്ത്യാനികളായ ദൈവമക്കളായ നമ്മൾ നിസ്സാരക്കാരല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കള് മാത്രമല്ല. നമ്മുടെ പ്രത്യേകത, നമ്മുടെ വ്യത്യസ്തത എന്താണ്? നമ്മളത് അറിയണം. വ്യത്യസ്തത എന്താണ്? ഞാൻ പറയും, ദൈവജനത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് നിയമാവർത്തന പുസ്തകത്തില് 4-ാം അധ്യായത്തിന് 7-ാം വചനം പറയുന്നുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, ബാക്കി പറഞ്ഞോ, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയുള്ള ദൈവം കൂടെ എപ്പോ വിളിച്ചാലും കൂടെ വസിക്കാൻ മാത്രം നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന സർവാധിപനും സർവശക്തനുമായ ദൈവം കൂടെയുള്ള മക്കളെ നമ്മള്. ഹല്ലേലൂയ. പക്ഷെ അത് നമ്മൾ ജീവിക്കണം. അത് നമ്മൾ ജീവിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അമ്മമാരൊക്കെ വിളിക്കുമ്പോ വലിയ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. മിക്കവാറും ഈ പ്രശ്നമായിട്ട് വിളിക്കുന്ന മക്കളുടെ അമ്മമാരും അപ്പന്മാരും പറയാറിക്കാനുണ്ട്. നിങ്ങൾ പൂരിപ്പിക്കണോട്ടോ ഞാൻ പറയണത്. പറയണ്, അച്ഛൻ അറിയോ, 10-ാം ക്ലാസ് വരെ എൻ്റെ കൊച്ച്, എൻ്റെ മോൻ, ബാക്കി നിങ്ങൾ പറ, എൻ്റെ മോൻ അൾത്താരയിലായിരുന്നു. അൾത്താരയിൽ 10-ാം ക്ലാസ് വരെ എൻ്റെ മോൻ. അല്ലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ അറിയണം. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ മാത്രം ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ്. മറക്കരുത്, ദൈവത്തിൻ്റെ കൂടെ മാത്രം ജീവിക്കാനേ നമുക്ക് പറ്റൂ. ഈശോ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെ തിരുവചന ഭാഗത്തില് ഈശോ മനോഹരമായ ഒരു ഉപമയിലൂടെ ഇത് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എന്താണ്? മുന്തിരിച്ചെടിയാകുന്ന തായ്തണ്ടിനോട് അതിൻ്റെ ശാഖ എന്ന പോലെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ഇറ്റ്സ് എ മസ്റ്റ്. നിർബന്ധമാണ്. ഈ ഒരു ബന്ധം, പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ, ബട്ട് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്, ഈ വിളിക്കപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് ഒരു മതമൊന്നുമില്ല. ഇത് ദൈവത്തോടുള്ള, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടുള്ള ജീവിതമാണ്. അതിൽ നമ്മൾ ഉറപ്പിക്കപ്പെടണം. അതാണ് ആ ബന്ധത്തെക്കുറിച്ചൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു കാര്യമാണത്. അതായത് തായ്തണ്ടിനോട് ശാഖ എന്ന പോലെ എൻ്റെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ധ്യാനിച്ചോക്കി തായ്തണ്ട് ശാഖ ബന്ധം എങ്ങനെയാ? ഒരു തായ്തണ്ട്, അതിന്റെ ശാഖ എന്തുമാത്രം ആഴപ്പെട്ട ബന്ധം. അത് മാത്രമല്ല, അത് വളരും തോറും, പൊങ്ങും തോറും, നീളും തോറും, ഉയരും തോറും, ഫലം പുറപ്പെടുവിക്കും തോറും ആ ശാഖ അതിന്റെ തായ്തണ്ടിനോട് ബന്ധം ആഴപ്പെടുത്തി, ഉറപ്പിച്ച്, ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി അത് വളരും. ഈശോ പറയുന്നുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇറ്റ്സ് എ പ്രോമിസ്. ദൈവത്തിന്റെ വാഗ്ദാനമാണ്. എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഞാൻ ഇത് ഒത്തിരി പരിശോധിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച്, പൗരോഹിത്യത്തെ കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച്, ജോലി മേഖലയെ കുറിച്ച് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പലരും തകർന്നു പോയി, ബിസിനസ് പൊളിഞ്ഞു പോയി, കുടുംബജീവിതം തകർന്നു പോയി,
പരീക്ഷ തോറ്റുപോയി, അകപ്പാടെ പ്രശ്നങ്ങള്. അച്ഛൻ, ഞാൻ എപ്പോഴും ചോദിക്കും, എന്തുകൊണ്ട് ഇത് വന്നു? ഒറ്റ ഉത്തരവുള്ളൂ. ഈശോ പറഞ്ഞു, എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. അത് ഉണങ്ങിപ്പോവും. ഒന്നിനും കൊള്ളാത്ത വിധം അത് കത്തിച്ച് ചാമ്പലാക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊക്കെ ജീവിക്കാനൊരു ജീവിതമുണ്ട്. ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. മാത്രമല്ല, ദൈവത്തിലല്ലാതെ നമുക്ക് ജീവിക്കാനോ വളരാനോ ഫലം പുറപ്പെടുവിക്കാനോ സാധ്യമല്ല. നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു 31 യുവാവ് കൊല്ലപ്പെട്ടു. ഒത്തിരി വേദനയായ, ഒരു ഭയങ്കര വേദനയുണ്ട്. കാരണം അദ്ദേഹത്തോട് പെൺകുട്ടികളൊക്കെ വന്നിട്ട്, ഗർഭോത്തരം എന്താ കുഴപ്പമുണ്ടോ, LGBT എന്താ കുഴപ്പമുണ്ടോ, ലിവിങ് ടുഗദർ എന്താ കുഴപ്പം, ഇതിനൊക്കെ തർക്കിക്കുമ്പോൾ ഈ വചനം വെച്ച്, ഈ കർത്താവിനെ വെച്ച്, ദൈവം പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ശക്തിയുക്തം ന്യായീകരിച്ച് വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യൻ. പ്രിയപ്പെട്ട മക്കളെ, അദ്ദേഹത്തോട് 2 മാസം മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, അങ്ങ് മരിക്കുകയാണെങ്കിൽ എന്തിന്റെ പേരിൽ മരിച്ചു എന്ന് അറിയപ്പെടാനാണ് അങ്ങേക്ക് ആഗ്രഹം? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ രക്തസാക്ഷിയായി ഞാൻ മരിക്കുന്നുവെന്ന് അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 മാസം അദ്ദേഹം പറഞ്ഞതാ. പ്രിയപ്പെട്ട മക്കളെ, നമ്മെ നശിപ്പിക്കാൻ, നമ്മെ തകർക്കാൻ, നമ്മെ ഇല്ലാതാക്കാൻ ഇന്ന് പിശാച് അതിശക്തമായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റൊന്നുമില്ല. ടേൺ ടു ജീസസ്. കർത്താവിലേക്ക് തിരിച്ചു വരണം. കർത്താവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ഞാൻ ചില സമയത്തൊക്കെ ഒത്തിരിയേറെ അമ്മമാരുടെ വേദനകളും നൊമ്പരങ്ങളും സംഭവങ്ങളും കണ്ണുനീരും നിലവിളിയൊക്കെ കേട്ട് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഒത്തിരി മെസ്സേജ് വരും. രാത്രി ആകുമ്പോഴേക്കും ആകപ്പാടെ എനിക്ക് ഡിപ്രഷനാവും, സങ്കടം വരും. നമ്മുടെ മക്കളെ ഓർത്ത് ദീപികാന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ രാത്രിയുടെ യാമങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നാൽക്കവലകളിൽ തളർന്നു വീഴുന്ന മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ ക്രിസ്തുവിലേക്ക്, വചനത്തിലേക്ക്, കൂദാശയിലേക്ക്, ദൈവബന്ധത്തിലേക്ക് ആഴപ്പെടുത്തി എടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്നത്തേക്കാളുമേറെ ഇന്ന് ഈ രാത്രിയിൽ ഉണർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവത്തോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തെ അറിയാതെ, ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റാത്ത വിധം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട്, തടവറയിൽ കുടുക്കപ്പെട്ട്, പല പല കെണികളിൽ കുടുക്കപ്പെട്ട്, വലകളിൽ കുരുക്കപ്പെട്ട് കിടക്കുന്ന അനേക മക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയും, ഈ ഒരു കാലഘട്ടം വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ഒരു കാലഘട്ടമാണ്. വിശുദ്ധി ദൈവത്തിന് വേണ്ടി, ലോകത്തോട് കോംപ്രമൈസ് ചെയ്യാതെ, ലോകത്തിന്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, വചനത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി, വിശുദ്ധമായ ജീവിതത്തിനു വേണ്ടി നിലപാടെടുക്കാനും അതിനുവേണ്ടി വേർപെട്ട് ജീവിക്കണം. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക ദൈവജനത്തിൻ്റെ ആ ഒരു ജീവിതത്തെ കുറിച്ചാണ്. ജോഷയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനത്തിൽ ദൈവമായ കർത്താവ് ജോഷയ്ക്ക് ഒരു വാഗ്ദാനം കൊടുത്തു. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അല്ലെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം തൻ്റെ മക്കൾക്കെല്ലാവർക്കും നൽകുന്ന ഒറ്റ വാഗ്ദാനമുള്ളൂ. അത് വേറൊന്നുമല്ല. എന്താണത്? പറ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന്റെ മക്കളുടെ കൂടെ ദൈവം എപ്പോഴും വസിക്കാൻ സന്നദ്ധനാണ്. ദൈവം പറയാ, ജോഷുവ, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. സർവാധിപനും സർവശക്തനും എല്ലാത്തിനും കഴിയുന്നവരുമായ ദൈവം കൂടെയുള്ള ജനമാണ് നമ്മൾ. ആ ഒരു വാഗ്ദാനം പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഈ ജോഷുവ ചെയ്ത കാര്യങ്ങളുണ്ട്. ഞാൻ ഓർക്കാണ്, പുറപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിന്റെ 14-ാം വചനം നമുക്കൊക്കെ സുപരിചിതമാണ്. ചെങ്കടലിന്റെ മുമ്പിൽ ആകപ്പാടെ വെപ്രാളപ്പെട്ട് നിരാശപ്പെട്ട് നിൽക്കുന്ന ദൈവജനം, പ്രത്യാശയ്ക്ക് ഒരു വകയില്ല.
പിന്നില് ഈജിപ്ത് സൈന്യം, മഹാസൈന്യം, മുമ്പില് ചെങ്കടല്. ആ സമയത്ത് ഈ ജനം ഭയന്ന് നിൽക്കുമ്പോ ദൈവത്തിന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലൂക്കാ 1:37, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ ദൈവത്തെ അറിയണം. നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ ദൈവത്തെ അറിയാനും ആ ദൈവത്തെ വിശ്വസിക്കാനും ആ ദൈവത്തോട് അതുപോലെ ചേർന്ന് നിൽക്കാനും വേണ്ടി ദൈവം ഇതാ ചെങ്കടൽ അനുവദിക്കുക. അതിനുശേഷം ആ വക്കത്ത് തൊട്ട് അടുത്തെത്തി ഈ സൈന്യം. ആ സമയത്ത് ദൈവം അതിശക്തമായിട്ട് ഇടപെട്ട് ചെങ്കടൽ രണ്ടായി പിളർന്നുകൊണ്ട് ആ ജനത്തെ അതിശക്തമായ കരത്തിലൂടെ മുന്നോട്ട് നയിക്കുകയാണ്. കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനം ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്കൊക്കെ ഉണ്ട്. നമുക്കുണ്ടോ? ഹലോ, നമുക്കുണ്ടോ? ഇത് ഉണ്ടായിട്ട് നമ്മൾ എന്തെങ്ങനെയൊക്കെ ഇരിക്കുക, നമ്മളൊക്കെ എന്തെങ്ങനെ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മുടെ മക്കൾ തോൽക്കുന്നു, നമ്മുടെ ബിസിനസ്സുകൾ പൊളിയുന്നു, നമ്മുടെ കുടുംബങ്ങൾ തകരുന്നു. എന്താ പറ്റി നമുക്ക്? പ്രിയപ്പെട്ടവരെ, ദൈവം പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവിടെ 14-ാം അധ്യായത്തിന്റെ 24-ാം വചനം വായിക്കുന്നുണ്ട്. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ഇരുന്ന് ദൈവമായ കർത്താവ് ഈജിപ്ത് സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. ശത്രുവിനെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി, അവരെ പേടിപ്പെടുത്തി തൻ്റെ ജനത്തെ പൊതിഞ്ഞു പിടിച്ച സർവശക്തനായ ദൈവം അതേ ദൈവം തന്നെയാണ് ഇന്നും ജീവിക്കുന്ന ദൈവം. ആ ദൈവത്തെ ശ്രദ്ധിക്കുക മക്കളെ, ആ ദൈവത്തെ അതുപോലെ അറിഞ്ഞ് സ്നേഹിച്ച് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഞാനിത് പറയുമ്പോൾ ഈ മോശയും ജോഷുവയും ഒക്കെ ദൈവത്തെ അതുപോലെ ചേർത്ത് പിടിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചവരാ. അവർ ചെയ്തൊരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകത്തില് 33-ാം അധ്യായം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു അധ്യായം അത്. അവിടെ 32-ാം അധ്യായത്തില് ഇവര് കാളക്കുട്ടിയൊക്കെ ഉണ്ടായി. നമുക്കറിയാലോ സംഭവമൊക്കെ. സീനായി മലയിലേക്ക് മോശ കയറിപ്പോയി. അഹറോനും ഇസ്രായേൽ താഴെയുണ്ട്. ആ സമയത്ത് 40 ദിവസമായിട്ടും മോശനെ കാണാനില്ല. അപ്പൊ ഇവരാകെപ്പാടെ വെപ്രാളപ്പെടാൻ തുടങ്ങി. അവര് എല്ലാം മറന്നു, ദൈവത്തെ മറന്നു, മോശനെ മറന്നു. അവർക്ക് ദൈവം വേണം. മോശ പോരും ആ കാത്തിരിക്കാൻ പോലും മനസ്സിലാതെ അഹ്റോനോട് നിർബന്ധിച്ച് പറഞ്ഞിട്ടെന്ന പോലെ ഇതാ അവർ കാളക്കുട്ടി ഉണ്ടാക്കി. ആ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ജനം ഒന്ന് ഓർത്തോക്കണം നിങ്ങൾ. ദൈവത്തെ മറന്നു. അങ്ങനെ കാളക്കുട്ടി ആരാധിച്ചപ്പോ ദൈവമായ കർത്താവ് ഭക്തരെ നമുക്കറിയാം. അത് കഴിഞ്ഞപ്പോൾ ദൈവം പറയാണ് 33-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തില് ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല, ഞാനൊരു ദൂതനെ അയക്കാം. ഇത് പറഞ്ഞപ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് സഹിക്കാൻ പറ്റണില്ല. മോശയ്ക്ക് കാരണം മോശയ്ക്കറിയാം ദൈവം വരാതെ ഞാൻ പോയിട്ടൊരു കാര്യമില്ല. മോശയ്ക്കറിയാം. അതുകൊണ്ട് മോശ ദൈവത്തിന് മുമ്പിലിരുന്ന് ചങ്ക് പൊട്ടി കരയുന്ന ഒരു രംഗമുണ്ട്. അവിടെ 33-ാം അധ്യായത്തിന്റെ 7 മുതൽ തിരുവചന ഭാഗത്തില് നമ്മൾ കാണുന്നുണ്ട്. അവിടെ സംഭവം ഇതാണ്, അവന്റെ ഹെഡിങ് ഇതാണ്, സമാഗമ കൂടാരം. അവിടെ മോശയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. ഇസ്രായേൽ ഒരു യാത്രയിലാണ്. എങ്ങോട്ടുള്ള യാത്രയാണ്? ഇസ്രായേൽ എങ്ങോട്ടാണ് പോയി? കാനാനിലേക്ക്. നമ്മളും ഒരു യാത്രയിലാണല്ലേ. ഞാൻ ഈ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയും നമ്മുടെ യാത്രയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. രണ്ട് യാത്രയും ഒരുമാതിരി സെയിമാണ്. അവര് കാനാൻ വാഗ്ദാന നാട്, നമ്മള് സ്വർഗമാകുന്ന കാനാനിലേക്ക്. അപ്പൊ ഈ യാത്രയില് ഇവർ ചില സ്ഥലത്ത് പാളയടിക്കും. ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ഓരോ സ്ഥലത്ത് പാളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാളയമടിക്കും. ആ പാളയമടിക്കല് സ്ഥിരവാസമൊന്നുമല്ല, അവിടുന്ന് പോകണം. അങ്ങനെ പാളയമടിക്കുമ്പോഴൊക്കെ ഈ മോശ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. എന്നറിയോ? പാളയത്തിന് വെളിയിൽ അല്പം ദൂരെയായിട്ട് ഒരു കൂടാരമടിക്കുക മോശയുടെ പതിവാ. അവനതിനെ വിളിച്ച പേരാണ് സമാഗമ കൂടാരം. എന്താണ് സമാഗമ കൂടാരം എന്ന് പറഞ്ഞാൽ? എൻ്റെ വാക്യത്തിന് അർത്ഥമുണ്ട്, സമാഗമിക്കാനുള്ള കൂടാരം. ആരുമായിട്ട്? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ യാത്രയില് നമുക്കെല്ലാവർക്കും നിർബന്ധമായിട്ടും വേണ്ട ഒരു സ്ഥലമാണത്. ദൈവത്തോട് സമാഗമിക്കാൻ,
ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തോട് ആലോചന ചോദിക്കാൻ നമുക്ക് സ്ഥലം വേണം. ഇന്ന് നമ്മെ സംബന്ധിച്ച് അത് വളരെയേറെ ശക്തവും പ്രബലമാണ്. വിശുദ്ധ കുർബാന ഇന്നാണെങ്കിൽ നിത്യാരാധനാ കേന്ദ്രങ്ങൾ ഇഷ്ടം പോലെയാ. കർത്താവിന്റെ സാന്നിധ്യം, വിശുദ്ധ കുർബാന, ദേവാലയം, സക്രാരി, ഇതിലൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യം നമുക്കെല്ലാം അതിശക്തമാണ്. നിങ്ങൾ എത്ര പേര് നിങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ഈ ദൈവത്തിൻ്റെ കൂടെ പോയിരുന്നു, ദൈവത്തോടെല്ലാം പറഞ്ഞ്, ദൈവത്തോട് ആലോചന ചോദിച്ച്, ദൈവത്തെ വിളിച്ച് ഇറക്കി, ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിച്ചുകൊണ്ട് ഈ യാത്രയിൽ മുന്നോട്ട് പോകാൻ എത്ര പേരുണ്ടാവും? ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മോശയെ കുറിച്ച് നമ്മളാണ് വായിക്കുന്നത്. 33-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കാണ്. സ്നേഹിതനോടെന്ന പോലെ ദൈവമായ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേര് അനുഭവമൊക്കെ ഉണ്ട് ദൈവത്തോട് മുഖാഭിമുഖം സംസാരിക്കുന്ന ബന്ധം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമാണ് ദിവ്യകാരുണ്യ സന്നിധിയിൽ യേശുവിന്റെ മുമ്പിൽ കുർബാന സ്വീകരിച്ചിട്ട് ദേവാലയത്തിൽ പോയിരുന്ന് ദൈവത്തോട് ജീവിക്കുന്ന കർത്താവിനോട് വ്യക്തിപരമായിട്ട് മുഖാഭിമുഖം സംസാരിക്കുന്ന ഒരു ബന്ധം നമുക്ക് വേണം, നമ്മുടെ മക്കൾക്കും വേണം. കാരണം മറ്റൊന്നുമല്ല മക്കളെ, തിന്മ അതുപോലെ പ്രബലമാണ്. ശത്രു ഇന്ന് എന്നത്തെക്കാളുമേറെ ശക്തനാണ്. കഴിഞ്ഞ ദിവസം ലയോ 14-ാമൻ മാർപ്പാപ്പ, നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ, ഈ തിന്മയ്ക്കെതിരെ ശക്തമായ ആയുധമായി വിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രദക്ഷിണങ്ങൾ നമ്മൾ കണ്ടു കാണും. ഈശോ എഴുന്നള്ളിച്ചുകൊണ്ട് പ്രദക്ഷിണങ്ങൾ യുവമക്കളെ ഒരുമിച്ച് കൂട്ടി, മക്കളെ, അന്തിക്രിസ്തു ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു. അവന്റെ സാന്നിധ്യം, അവന്റെ ശക്തി, അവന്റെ പ്രവൃത്തികൾ എവിടെ നോക്ക്? സിനിമകള്, മ്ലേച്ഛത, വയലൻസ്, ഡ്രഗ്, മ്ലേച്ഛത, പൈശാചിക ശക്തികൾ പ്രൊമോട്ട് ചെയ്യുന്നു. മീഡിയ, കൂട്ടുകെട്ടുകള് എല്ലാം ഒരു പ്രത്യേകമായൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ ഇതുപോലെ കൂടെ നിർത്തേണ്ട പോലെ കൂടെ നിർത്തിയില്ലെങ്കിൽ നമ്മളൊക്കെ നശിപ്പിച്ച് കളയാൻ, തകർത്ത് കളയാൻ പിശാച് അതിപ്രബലനാണ്. അതുകൊണ്ട് തന്നെ ഈ ദൈവവുമായിട്ട് ആഴപ്പെട്ട ഒരു വ്യക്തിബന്ധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ മോശ ഇങ്ങനെ ഭയങ്കര ബന്ധമാണ്. ആ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, മോശ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോരും. ഇറങ്ങിപ്പോരുമ്പോൾ നൂനിന്റെ പുത്രനായ ജോഷുവ ആ ദേവാലയത്തില്, ആ കൂടാരത്തില്, ആ കൂടാരം വിട്ടുപോകാതെ അവിടെ ഇരിക്കുകയാണ്. അതിന്റെ ബന്ധം കണ്ടോ? അവിടെ ദൈവത്തിന്റെ കൂടെ സമാഗമ കൂടാരത്തില് ആ ദൈവത്തോട് സംസാരിച്ച് ഇരിക്കുന്ന ജോഷുവ, ആ ജോഷുവയുടെ കർത്താവ് പറഞ്ഞ്, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, തോൽക്കാതിരിക്കണോ? അതിനൊറ്റ കാര്യമുള്ളൂ, ദൈവത്തെ കൂടെ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറയാ, ഈ സമയത്ത്, മോശെ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മോട് ദൈവം പറയോ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാന്നൊക്കെ പറയോ? എന്നിട്ട് ദൈവം പറയാ, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് ദൈവം അങ്ങനെ പറയണം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, എനിക്കിതിനെ നന്നായിട്ട് അറിയാം മോശ. അപ്പൊ മോശ പറയാ, കർത്താവേ, അങ്ങേക്ക് എന്നെ അറിയാലോ, എന്നിട്ടും എന്താ ഞങ്ങളുടെ കൂടെ വരാത്ത എന്താ? അപ്പൊ ദൈവം പറയാണ്, ഞാൻ തന്നെ വരും മോശ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ദൈവത്തോട്, ഇപ്പൊ നിങ്ങളിവിടെ അപ്പനായിരിക്കാം വന്നിരിക്കുന്നത്, അമ്മയായിരിക്കാം വന്നിരിക്കുന്നത്, പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഞാൻ പറയും, നിങ്ങളിലൂടെ നിങ്ങളുടെ ദൈവത്തെ ആഴപ്പെട്ട ബന്ധത്തിൽ വിളിച്ചിട്ട് ദൈവത്തോട് പറയണം, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ പ്രശ്നത്തിലേക്ക്, എൻ്റെ നാശത്തിലേക്ക് ഈശോയെ അങ്ങ് വരണം, വന്നേ പറ്റൂ. അവിടെ മോശയ്ക്കൊരു വാശി പിടുത്തമുണ്ട്. ഈ വാശി പിടിക്കുന്ന എപ്പോഴാണ്? ബന്ധം ഉണ്ടാകുമ്പോഴാണ്. ഈശോയോട് നല്ല ബന്ധം ഉണ്ടെങ്കിൽ മോശം പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടരുത്, ഞങ്ങൾ പോവില്ല, വന്നേ പറ്റൂ. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന മക്കളെ, നിങ്ങൾ വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കരുത്.
വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഒറ്റ കാര്യത്തിന് വേണ്ടി, ഒരേ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങൻ്റെ കൂടെ വരണം, എൻ്റെ കുടുംബത്തിൽ അങ്ങ് വരണം. നിങ്ങൾ ദൈവത്തെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. ദൈവത്തെ നമ്മൾ കർത്താവിനെ പഠിപ്പിക്കും. കർത്താവെ അങ്ങനെ ചെയ്യും, ഇത് പാസ്സാക്കി കൊടുക്ക്, അങ്ങോട്ട് PR കൊടുക്ക്. നിങ്ങൾ ദൈവത്തെ പഠിപ്പിക്കണ്ട. ഒറ്റ കാര്യം, ദൈവം നീ വരണം. വേറൊന്നും വേണ്ട, വേറൊന്നും വേണ്ട, നീ വരണം. നമ്മുടെ പ്രാർത്ഥനയൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അധികം എണ്ണിപ്പറക്കലൊന്നും വേണ്ട. ദൈവമേ നീ വരണം, നീ കൂടെ വേണം. എന്നിട്ട് കർത്താവ് പറഞ്ഞാൽ വരുന്നവർക്കൊക്കെ മോശം അറിയാം, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വ്യത്യസ്തരാണ്. ദൈവ കൂടെയുള്ള മക്കള്, ദൈവ യുദ്ധം ചെയ്യുന്ന മക്കള്, ദൈവം നയിക്കുന്ന മക്കള്, ആ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ഇടപെടൽ അതുപോലെ അനുഭവിച്ച് അറിഞ്ഞ് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവത്തിന്റെ മക്കളാണ് നമ്മള്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. ഞാൻ എപ്പോഴും എന്നെ കുറിച്ച്, നമ്മളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മുടെ ശരീരം മാമോദീസായാൽ മുദ്രിതമാണ്, പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടമാണ്, വിശുദ്ധ തൈലത്താൽ അഭിഷിക്തമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള, പരിശുദ്ധാത്മാവ് വസിക്കുന്ന, കർത്താവ് ഉയർത്തിയ, ദൈവത്തിന്റെ സ്വന്തമായ, ദൈവത്തിന്റെ ആലയമായ ഈ ശരീരം ദൈവത്തിന്റെ അവകാശമാണ്, ദൈവത്തിന്റെ ശക്തി നിറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്സാരക്കാരല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവത്തിന്റെ ഈ വാഗ്ദാനത്തെ നമ്മൾ അതുപോലെ സ്വീകരിച്ച് അതുപോലെ ജീവിക്കണം. ദൈവം എല്ലാവരുടെ ഒത്ത കാര്യം പറഞ്ഞു. ഞാൻ നിന്റെ കൂടെ, ഇപ്പൊ ദാവീദ് പറഞ്ഞില്ലേ, 23 സങ്കീർത്തനത്തിൽ കർത്താവ് ദാവീദ് എന്ന് പറഞ്ഞേ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? അതുപോലത്തെ ഒരു ബന്ധം വേണം കർത്താവിനോട്. കർത്താവ് എൻ്റെ ഇടയനാ, എനിക്കൊന്നിനും കുറവുണ്ടാവത്തില്ല. അതോടെ വീണ്ടും ദാവീദ് പറയാ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അറിയണം, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിനക്ക് പ്രശ്നം വരും, പ്രതിസന്ധി വരും, മരണം വരും, തകർച്ച വരും. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടിയും വന്നേക്കാം. എന്നാലും പേടിക്കില്ല. ചില ആൾക്കാരൊക്കെ ഒരു വിചാരമുണ്ട്, കർത്താവിലേക്ക് അടുത്താ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല, ചുമ്മാ തോന്നണതാ. ഇന്ന് ആർക്കാണ് സഹനം കൂടുതൽ? സഹനം കൂടുതൽ ആർക്കാ? പ്രാർത്ഥിക്കുന്നവർക്ക്. സത്യം പറയാ, ഇന്ന് സത്യം പറയുകയാണെങ്കിൽ ഒരു തിന്മയുടെ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, വിശ്വാസം ജീവിക്കുന്ന മക്കൾക്ക് ശക്തമായ എതിർപ്പ. ഈ ലോകത്തിന്റെ അധികാരി ദൈവത്തിന്റെ മക്കൾക്കെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സഹനങ്ങളും ഈ വേദനകളും കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് ഇന്ന് വളരെയേറെ സാധാരണമാണ്. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കരുത്, പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മളാരും പരിഭ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കി പ്രിയപ്പെട്ടവരെ, എന്തിനും ഏതിനും നമ്മുടെ ഉത്തരമാണ് നമ്മുടെ കർത്താവ്. ചില പിള്ളേരൊക്കെ പറയും, എനിക്ക് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടിയില്ല, അല്ലെങ്കിൽ പല കാരണങ്ങളും, അതുകൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ഭർത്താവിനെ സ്നേഹിച്ചില്ല, അതുകൊണ്ട് വേറെ ബന്ധത്തിൽ പോയ സ്ത്രീകൾ. ഭാര്യ സ്നേഹിച്ചില്ല, അതുകൊണ്ട് വേറെ എടുത്തു പോയ ആളുകൾ. പലതും പറഞ്ഞ് പ്രിയപ്പെട്ട മക്കളെ, എന്തിനും ഏതിനും നമുക്കൊരു ഉത്തരവുള്ളൂ. അതാരാണ്? നമ്മുടെ കർത്താവ്. ഇവിടെ നമുക്ക് സ്നേഹമുണ്ട്, ഇവിടെ സൗഹൃദമുണ്ട്, ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ പാപമോചനമുണ്ട്, ഇവിടെ രക്ഷയുണ്ട്, ഇവിടെ നമുക്കെല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. ആ കർത്താവുമായിട്ട് ആഴപ്പെട്ട ബന്ധത്തിൽ നമുക്ക് ആകാൻ സാധിച്ചാൽ, ദാവീദിനെ പോലെ, ദാവീദ് പറയണ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കാരണം എൻ്റെ കർത്താവിൻ്റെ. ആ ദാവീദാണ് ഗോലിയാത്ത് എന്ന മല്ലന്റെ മുമ്പിൽ ദാവീദ് എന്താ പറയാ? ഞാൻ ജയിക്കും, ഇത് കർത്താവിന്റെ യുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെതായി തീർന്നു കഴിയുമ്പോൾ കർത്താവ് യുദ്ധം ഏറ്റെടുക്കും, കർത്താവ് പിന്നെ നയിച്ചോളും.
അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കർത്താവിൻ്റെ സ്വന്തമായി കർത്താവിനെ കൂടെ നിർത്തുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കണം. നമുക്കറിയാം, ജോഷുവയുടെ കർത്താവ് പറഞ്ഞു, നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ ജോഷുവ പിന്നീട് തോറ്റു. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ആയി പട്ടണ നിവാസികളുടെ മുമ്പിൽ തോൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ തോൽപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ ജോഷുവ ചേട്ടന്മാര് സമാഗമ കൂടാരത്തിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നിലവിളിക്കുക. ആ നിലവിളിക്കിടയിൽ ജോഷുവ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ തോൽവി എല്ലാവരും അറിയും, ചുറ്റും ശത്രുക്കളാ, അവരെല്ലാവരും ഞങ്ങൾ കയറി ആക്രമിക്കും, നശിപ്പിച്ചു കളയും. കർത്താവേ, നിന്റെ നാമം പേർ ജനത്തെ ഇല്ലാണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അങ്ങനെ നിലവിളിക്കുമ്പോ ദൈവം ജോഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, എഴുന്നേൽക്ക്, നീ എന്തിങ്ങനെ കിടക്കുന്നു? എന്തിനിങ്ങനെ കിടക്കുന്നു? എന്ന് പറയാണ്, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. അത് ദൈവം പറയാണ്, അവർ നിഷിദ്ധ വസ്തുക്കൾ ചിലത് കൈവശപ്പെടുത്തി. അല്ലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ വിളിക്കപ്പെട്ട മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ട മക്കളാണ്. ഒത്തിരി സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തിനും ആ വിളിക്കും അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ഇനി അതിലേക്കൊന്ന് വരാൻ നമ്മൾ ജീവിക്കണം. ഇവിടെ ദൈവം, നമുക്കറിയാം, നമുക്ക് ജീവിക്കാനൊരു വഴിയുണ്ട്. നമ്മൾ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. അതായത് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവവചനം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത്, ദൈവം പറഞ്ഞ കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത്, ആ കൽപ്പനകൾക്ക് വെള്ളം ചേർക്കാതെ ജീവിതം കൊടുത്ത് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ ദൈവം കൂടെ ഉണ്ടാവും. ഈ ഇസ്രായേൽ ജനത്തോട് ജെറിക്കോയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. കർത്താവ് പറഞ്ഞു, ജോഷുവയുടെ പുസ്തകം 7:1 പറയാണ്, എനിക്ക് ബലിയായി ദഹിപ്പിക്കപ്പെടേണ്ട ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. ആഖാൻ എന്ന് പറയുന്നവൻ ഒരു പാപം ചെയ്തു. സ്വർണവും കുറച്ച് വെള്ളിയും പട്ടുവസ്ത്രവും അവൻ എടുത്തു. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. നിഷിദ്ധ വസ്തു അവർ കൈക്കലാക്കി. അത് അവന്റെ കൂടെ വെച്ചു. കർത്താവ് പറയാണ്, ഇനി ഇതുമായിട്ട് പറയാണ്, നിഷിദ്ധ വസ്തുക്കൾ ചിലത് അവർ കൈവശപ്പെടുത്തി. അവ തങ്ങളുടെ സാമാനങ്ങൾ കൂടെ വച്ചിട്ട് വ്യാജം പറഞ്ഞിരിക്കുന്നു. കർത്താവ് പറയാ, അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചേർത്ത് നിൽക്കാൻ പറ്റില്ല. അവിടെ മുമ്പിൽ തോറ്റു പിൻവാങ്ങുന്നു. കർത്താവ് അവസാനം പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാനിനി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ കർത്താവിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മളിങ്ങനെയാണ്. ദൈവം കൂടെ വസിക്കാൻ എപ്പോഴും സന്നദ്ധനാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരും. എന്നാൽ ആ ദൈവത്തെ നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞ, ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ, കൽപ്പന ലംഘനങ്ങൾ, വചനത്തെ വിരുദ്ധമായ ജീവിതം നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. എന്നിട്ട് ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നിങ്ങൾ നശിപ്പിക്കണം. അതിനുശേഷം ജോഷുവയും ശേഷന്മാരും കൂടി അത് കണ്ടുപിടിച്ചു, അത് നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. വീണ്ടും ദൈവം അവിടെ കൂടെ വസിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ദൈവത്തെ നമ്മുടെ കൂടെ നമ്മൾ നിർത്തണം. അതിന് വിരുദ്ധമായ ഒരു കാര്യവും ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയാം, ദൈവത്തെ കൂടെ നിർത്തണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? നല്ല വിശുദ്ധി വേണം. അതാണ് ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട് ജോഷുവ വഴി, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങൾ അത്ഭുതം ദർശിക്കും. നമുക്കറിയാം, ഒരു ചെറിയ ബൾബിലേക്ക് വലിയ ഒരു വോൾട്ടേജ് വന്ന എന്ത് പറ്റും? ഒരു 40 വാട്ട് ഇതിലേക്ക് ഒരു 11 kV
പവർ വന്ന എന്ത് പറ്റും? ബൾബടിച്ചു. അപ്പൊ നമ്മൾ ഓർക്കണം, പരമപരിശുദ്ധനായ ദൈവം, ശരിക്കും ചിന്തിക്കണം കേട്ടോ, പരിശുദ്ധിയുടെ നിറവായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരാൻ മാത്രം പവർ നമുക്കുണ്ടോ? ഹലോ, പവറുണ്ടോ? നമ്മൾ അടിച്ചു പോകും. അതുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ദേവാലയങ്ങളെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ തലമുറയെ കർത്താവിന് വേണ്ടി നമ്മൾ വിശുദ്ധീകരിക്കണം. കർത്താവ് വരണം, വേറൊരു കോംപ്രമൈസ് ഇല്ല. ഇന്ന് എല്ലായിടത്തുള്ള പ്രശ്നം പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ്. കർത്താവും വേണം, ബാക്കിയെല്ലാം വേണം. അത് ശരിയാവില്ല. കർത്താവ് എന്താ പറഞ്ഞാണ് അത് അതുപോലെ അനുസരിച്ച്, അതുപോലെ ജീവിച്ച്, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്ത്. ഞാൻ ഈ കുറച്ച് നാളുകളായിട്ട് ഒരു പ്രത്യേക ഒരു മേഖലയിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അതായത് കടങ്ങളുടെ മേഖല എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മോട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, കുറെ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. ദൈവം ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യണം. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ കാര്യമാണ്. അതായത് എന്നോട് ചേർന്ന് നിന്ന് വളരണം. എങ്ങനെ? തൈത്തണ്ടിനോട് ശാഖയെന്ന പോലെ എന്ന് പറഞ്ഞാൽ, വളരും തോറും പൊങ്ങും തോറും ഉയരും തോറും നമ്മൾ ചെയ്യേണ്ട കാര്യം ഈശോയോട് ആഴപ്പെട്ട ബന്ധം ഉറപ്പിച്ച് വളരണം. പോരാ, നമ്മുടെ മക്കളെ വളർത്തണം. ഹല്ലേലൂയ. നമ്മൾ ഓർത്തൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഈശോ പറഞ്ഞ പോലെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ ഈശോയിൽ വളർത്താൻ നമുക്ക് എന്തുമാത്രം സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിച്ച് നോക്കി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിപ്പോ അച്ഛനായിട്ട് ഇത്രയും വർഷമായി, 10-29 വർഷമായി അച്ഛനായിട്ട്. ഈ 29 വർഷത്തിനിടയിൽ ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ ഈശോ ബന്ധം എന്തുമാത്രം എൻ്റെ യേശുവിൽ ആഴപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിലെ മക്കള്, നിങ്ങളുടെ മക്കളെ ഈശോയിൽ വളർത്താൻ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ? ഈശോയിൽ വളർത്തുക. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, നമ്മള് ദേവാലയത്തില് കുട്ടികള് കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണ നിൽക്കാറ്? 1-ാം ക്ലാസ്സിൽ പഠിക്കണ വെച്ച് ഏറ്റവും വേണ്ടില്ല അല്ലേ? അങ്ങനെയാണോ നിങ്ങളുടെ പള്ളിയിലൊക്കെ? 1-ാം ക്ലാസ് ഏറ്റവും വേണ്ടി, 2-ാം ക്ലാസ് കുറച്ച് പുറകില്, 3-ാമേക്കും വീണ്ടും പുറകില്, 4-ാമേക്കും പുറകില്, അങ്ങനെ 5, 6, 7, 8, 9, 10, 11, 12-ാമേക്കും എവിടെ എത്തിയിട്ടുണ്ടാവും? ഹലോ, ആനവാതിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പോക്ക. അങ്ങനെയല്ല. ഞാൻ പറയുകയാണെങ്കിൽ 1-ാം ക്ലാസ്സുകാരൻ ആനവാക്ക് നിന്നാൽ മതി, 2-ാമ ഇങ്ങോട്ട് കയറണം, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, പിന്നെ അങ്ങനെ കയറിപ്പോണം. ഈ ഒരു ബന്ധത്തിൽ വളരണം. ഈ ബന്ധത്തിലാണ്. ഇത് നിസ്സാര കാര്യമില്ല മക്കളെ, നിസ്സാരമില്ല. നിങ്ങൾ പരിശോധിച്ചോ, ഒരു കാര്യം ഓർത്തോ, ദൈവം പറഞ്ഞ പോലെ കൂടെ നിർത്തി ജീവിച്ചാൽ ഒരിക്കലും നമ്മൾ തോൽക്കത്തില്ല. പ്രഭാഷണ പുസ്തകത്തില് 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിച്ചിട്ട്. ബാക്കി പറ, ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? എന്റെ പ്രിയ മക്കളെ, കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിനെ വിളിച്ച്, കർത്താവിനെ കൂടെ നിർത്തി ജീവിച്ച ഒരുവൻ പോലും ഭഗ്നാശനായ ചരിത്രം ലോക ചരിത്രത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുക. പിന്നെ വേറൊന്ന്, ഏതവസ്ഥയിലും കർത്താവിനെ വിളിച്ചാൽ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ വരും. കർത്താവ് യുദ്ധം ചെയ്യണം. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും ഒരു ആത്മീയ യുദ്ധത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ വാർ ഈസ് ഗോയിങ് ഓൺ.
ആത്മീയ യുദ്ധം എവിടെ നോക്കിയാലും എന്താ പറയുക, ആഭിചാര്യം, മറ്റു ക്ഷുദ്രപ്രവർത്തികൾ, പൈശാചിക വശീകരണ യന്ത്രങ്ങൾ, ഒത്തിരിയേറെ തിന്മയെ വിളിച്ചിറക്കി, പിശാചിനെ വിളിച്ചിറക്കി അവന്റെ ശക്തി കൊണ്ട് അനേക മക്കളെ, ദേശങ്ങളെ, ബിസിനസ്സുകളെ നശിപ്പിക്കുന്ന പൈശാചിക ശക്തി അതിപ്രബലമാണ്. അതിന് കേസൊന്നും ഉണ്ടാവില്ല, സ്പിരിച്വലാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മുടെ പെൺകൊച്ച് ഇങ്ങനെ പോയ കൊച്ച് അമ്മച്ച് പറയാ, അച്ഛാ ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ഒത്തിരി ബാധ്യത വരുത്തി നന്നായിട്ട് പഠിക്കുന്ന കൊച്ചിനെ വിട്ടതാ. 2 മാസം കൊണ്ട് അവള് ദൈവത്തെ വിട്ട്, ഞങ്ങളെ വിട്ട്, ഉദാശ വിട്ട് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയെങ്കിൽ നിങ്ങൾ പറ, ആ കൊച്ചിനെ നയിക്കുന്ന അരൂപിയത. ഇതൊന്നൊന്നല്ല. ഈ കാലഘട്ടത്തിൽ അനേക മക്കളെ കണ്ടു. കണ്ണ് കെട്ടിക്കൊണ്ടുപോകുന്ന മക്കള്, കണ്ണ് അന്ധമാക്കി എല്ലാം ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇറക്കിക്കൊണ്ടു പോണ മക്കള്. അതച്ഛൻ പറഞ്ഞ ഒരു ആത്മീയ പോരാട്ടം അതിശക്തമായിട്ടിന്ന് നടന്നുകൊണ്ടിരിക്കുക. അതിനെതിരെ നമുക്കോ ഗവൺമെന്റിനോ പോലീസിനോ ഒരു പവറിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, ഈ ആത്മീയ പോരാട്ടത്തില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ശക്തമായ ദൈവ സാന്നിധ്യം, സ്വർഗ സാന്നിധ്യം, ആത്മീയ ശക്തി, മാലാഖമാര്, വിശുദ്ധര്, പരിശുദ്ധ അമ്മ, യൗസേപ്പ് പിതാവ്, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ സജീവ സാന്നിധ്യം അതുപോലെ നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. ഹല്ലേലൂയ. അല്ലാണ്ട് ജയിക്കാൻ പറ്റൂല. പോരാട്ടം അതിശക്തമാണ്. മാത്രമല്ല, ഏകദേശം ഞാൻ പറയാണ്, കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കിഴക്ക് അവിടെ കാറ്റ് വീശി മഴ വരുന്നു, തെക്ക് കാറ്റ് ഉഷ്ണമായി. എന്നാലും എന്തുകൊണ്ട് ഈ ലോകത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ വായിച്ചറിയുന്നില്ല? തിന്മയേറി പിശാച് അതിശക്തമായി പ്രവർത്തിക്കുന്നു. ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കളെ, ഒരു അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ എന്ന പോലെ അതിശക്തമായ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. തിന്മയെ മഹത്വവൽക്കരിക്കുന്ന മക്കള്, വൈകൃതങ്ങളെ സ്നേഹിക്കുന്ന മക്കള്, വയലൻസ്, ക്രൂരത, ദുഷ്ടത ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മക്കള്, അതിനെ സ്നേഹിച്ചു പോകുന്ന മക്കള്, അതുപോലെ തിന്മയുടെ ശക്തി അതിപ്രബലമായിരിക്കുന്നു. ഇങ്ങനെയാണ് ഇന്നത്തെ മക്കളുടെ പോക്ക്. ഇവിടെ ഒരു കാര്യം ഓർത്തോ, ഇങ്ങനെ പോയ ഒരു മകനും ഒരു മകളും രക്ഷപ്പെട്ടിട്ടില്ല. അതിനെ സ്നേഹിക്കുന്ന മക്കള്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മീഡിയ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കൂട്ടുകാര്, ഇതാ ലോകം. ഇവിടെ പ്രിയപ്പെട്ട മക്കളെ, രക്ഷപ്പെടണോ? നമ്മളെ മക്കള്, നമ്മുടെ കുടുംബങ്ങള് കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട്, കർത്താവിനാൽ നയിക്കപ്പെട്ട്, കർത്താവിന്റെ സാന്നിധ്യത്താൽ ശക്തീകരിക്കപ്പെട്ട് ജീവിച്ചേ മതിയാവും. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ അതിനുവേണ്ടി നിലപാടെടുക്കണം. ദൈവം കൂടെ വേണം. ദൈവത്തെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ദൈവം പറഞ്ഞ കൽപ്പനകൾ പാലിക്കപ്പെടണം. ദൈവം ഇല്ലാണ്ട് പോയാൽ നമ്മുടെ ജീവിതം അതിനാൽ തന്നെ നശിച്ചു പോകും, തകർന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ കർത്താവിൽ ഉറപ്പിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. കാരണം കർത്താവിൽ നിന്ന് അകറ്റാൻ, വചനത്തിൽ നിന്ന് അകറ്റാൻ, കൂദാശയിൽ നിന്ന് അകറ്റാൻ ഒത്തിരിയേറെ ശക്തമായ പൈശാചിക പ്രവൃത്തികൾ അതിപ്രബലമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആര് നിലപാടെടുക്കണം? പ്രഭാഷണ പുസ്തകത്തില് 15-ാം അധ്യായത്തിന്റെ 10 മുതൽ തിരുവചന ഭാഗം പറയുന്നുണ്ട്, നിന്റെ തകർച്ചയ്ക്കുള്ള കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് കർത്താവ് ചെയ്യില്ല. ഇവിടെ പറയാണ്, ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സ്വാതന്ത്ര്യം നൽകി. ഇവിടെ പറയാ, മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ പറ്റും. നീ മനസ്സ് വയ്ക്കണം. വീണ്ടും പറയാണ്, ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, അഗ്നിയും ജലവും നിന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. യു ആർ ഫ്രീ. നിന്റെ മുമ്പിൽ ജീവനുണ്ട്, മരണമുണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്, ദൈവമുണ്ട്, പിശാചുണ്ട്.
എനിക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ എപ്പോഴും പറയും, നമുക്ക് രണ്ട് വഴിയുള്ളൂ. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മക്കള് ദൈവത്തോട് ചേർന്ന് വചനമനുസരിച്ച് ജീവിച്ച് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കാം. ഇനിയില്ലേ, ദൈവത്തെ വിട്ടോ പിശാചിനെ കേട്ട് പിശാചിന്റെ കൂടെ ജീവിച്ച് കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന പിശാചിന്റെ ശക്തമായ അടിമത്തത്തില് നശിച്ചു പോവാം. ഈ രണ്ട് വഴിയുള്ളൂ. അതുകൊണ്ടാണ് പ്രഭാഷകൻ 27:3 കേട്ടോ, അവിടെ പറയാണ്, ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഭക്തിയിൽ എന്ത് വേണം? ദൃഢത. ആര് പറഞ്ഞാലും, എന്ത് പറഞ്ഞാലും, ഏത് മീഡിയ പറഞ്ഞാലും, ദൈവഭക്തി, ദൈവബന്ധം, കൂദാശ ജീവിതം, അതിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എന്ത് വേണം? ദൃഢത പോരാ, തീഷ്ണത. ദൈവികമായ കാര്യങ്ങളോട് തീഷ്ണത, കൂദാശകളോട് തീഷ്ണത, ദേവാലയത്തോട് തീഷ്ണത, വിശുദ്ധ കുർബാനയോട് തീഷ്ണത. അതില്ലേ, അതിവേഗം നശിക്കും. ഇന്ന് സങ്കടം എനിക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, ഇവൻ നമ്മുടെ വൈദികർക്കും സന്യസ്തർക്കും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ സങ്കടത്തോടെ പറയട്ടെ, ഈ ഉറപ്പും ഈ ദൃഢതയും തീഷ്ണതയും ഒക്കെ കുറഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം കർത്താവിന് വേണ്ടി മരിക്കാനുള്ള കാലഘട്ടമാണ്. ഇന്ന് നമ്മളെല്ലാവരും നാളുകളൊക്കെ ഓടി നടക്കുക ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികതയ്ക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി. എന്നാൽ എത്ര പേര് ക്രിസ്തുവിന് വേണ്ടി ഓടുന്നുണ്ട്, കർത്താവിന് വേണ്ടി ഓടുന്നുണ്ട്? ഈ രാത്രിയിൽ പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവിന് വേണ്ടി. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ പ്രശ്നത്തിലേക്ക് കർത്താവ് വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അതാണ്. നമ്മുടെ പ്രാർത്ഥന അതാണ്, ഈശോയെ എനിക്ക് അങ്ങേ വേണം, അങ്ങൻ്റെ കൂടെ വരണം, അങ്ങൻ്റെ ജീവിതത്തിൽ ഇടപെടണം, അങ്ങേ കൂടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമാണ്, ഈശോയുടെ കൂടെ ഇരിക്കുക. എന്തുണ്ടെങ്കിലും കർത്താവിനോട് പറ, ഹൃദയം തുറന്ന് പറ, കർത്താവേ നീ വരണം, ഞാൻ നിന്റെ മോനാണ്, ഞാൻ നിന്റെ മോളാണ്, നിന്റെ അവകാശമാണ്, നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈശോയെ അങ്ങേ വേണം. ഞാനിപ്പോ ഒരു ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്. ആരുടെ ഒരു രഹസ്യമായ ശുശ്രൂഷയാണ്. ഒരു വാഹനം എടുത്തേക്കാണ്, ടെമ്പോ ട്രാവലർ. എന്നിട്ട് അത് പള്ളി പോലെ ഒരു പേടകമാക്കി, മൂവിങ് ടാബർനക്കിൾ, സഞ്ചരിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാന പേടകം, സക്രാരി പോലെയൊക്കെ ഒരു സക്രാരി പണിത് ഈശോ എഴുന്നള്ളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ. ഒത്തിരി അഭിമന്യ പിതാക്കന്മാർ ആശീർവാദവും പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ച്, വേറെ ആർക്കും അറിയില്ല, ടോർപ്പിഡോ പണിയാണ്. നിഗൂഢമായിട്ട് കർത്താവിന് സാന്നിധ്യം വിളിച്ചിറക്കിക്കൊണ്ട് ഒരു 12 പേരും ഈശോയും ഒരുമിച്ച് യാത്ര ചെയ്ത് ഓരോരോ വഴികൾ, ഓരോരോ സ്ഥലങ്ങൾ, എവിടെയും കർത്താവിനെ വിളിച്ചിറക്കുന്ന, കർത്താവിന് സാന്നിധ്യം ഉറപ്പിക്കുന്ന, കർത്താവിന് ശക്തി പ്രകടമാക്കുന്ന ഒരു വലിയ പ്രവൃത്തി. ആ വണ്ടി കിട്ടുന്ന പേരിതാണ് യഹോവ ഷമ്മ. എസെക്കേൽ പ്രവാചന പുസ്തകത്തിൽ 48-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനം. ആ 47-ാം അധ്യായത്തിൽ ദേവാലയത്തിൽ ഒഴുകുന്ന ഒരു നദി, അത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാത്ത കടക്കാൻ പറ്റാത്ത അഭിഷേകത്തിൻ്റെ നിറവുള്ള നദി. അതൊരു പട്ടണത്തിലൂടെ ഒഴുകുമ്പോൾ ആ പട്ടണത്തിന് ദൈവമിട്ട പേരാണ്, ഇനിമേൽ ഈ നഗരം അറിയപ്പെടും യഹോവ ഷമ്മ. അർത്ഥം അറിയോ? കർത്താവ് ഇവിടെയുണ്ട്, കർത്താവ് ഇവിടെയുണ്ട്. നമ്മുടെ ജീവിതങ്ങള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ നാട്, നമ്മുടെ ദേശം കർത്താവിനെ കൊണ്ട് നിറച്ച്, ആ കൃപ കൊണ്ട് നിറച്ച്, ആ ജീവൻ കൊണ്ട് നിറച്ച്, ആ ശക്തി കൊണ്ട് നിറച്ച് യഹോവ ഷമ്മ പറയാൻ പറ്റണം. ദ ലോർഡ് ഈസ് ഹിയർ. കർത്താവ് ഇവിടെയുണ്ട്. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ കർത്താവിനെ വിളിച്ചിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഉറപ്പിച്ചിട്ട് പറയണം, പ്രക്ലെയിം ചെയ്യണം, പ്രഖ്യാപിക്കണം, യഹോവ ഷമ്മ, ദ ലോർഡ് ഈസ് ഹിയർ. ലോകത്തോട് പറയണം, പിശാചിനോട് പറയണം, രോഗത്തോട് പറയണം, പ്രശ്നത്തോട് പറയണം, കർത്താവ് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബലോദ മക്കളെ,
നമ്മുടെ ബലം വേറെ ഒന്നുമല്ല. നമ്മുടെ ബലം കർത്താവ് കൂടെയുള്ള ബല. ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ഒരു ബലം ഫീൽ ചെയ്യുന്നുണ്ട്? കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബലം ഫീൽ ചെയ്യുന്നവര് പറച്ചിൽ പോരാ, പറച്ചിൽ പോരാ, അത് അനുഭവിച്ച് ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ, എനിക്ക് വേണ്ടി യുദ്ധം, എനിക്ക് ഞാൻ പേടിക്കില്ല, എന്തു വന്നാലും പേടിക്കില്ല, എന്നെ കൊന്നാലും പേടിക്കില്ല. റോമ 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരും ഞങ്ങളെ വേർപെടുത്തും? ക്ലേശമോ, ദുഃഖമോ, ദുരിതമോ, പട്ടിണിയോ, ആപത്തോ, നഗ്നതയോ, വാളോ, മരണത്തിന് പോലും എൻ്റെ കർത്താവിൽ നിന്ന് അകറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന വിധത്തെ ബന്ധമുണ്ട് നമുക്ക്. അതുണ്ടാക്കിയെടുക്കണം. ബന്ധമുണ്ടാവുന്നത് എപ്പോഴാണ്? ബന്ധമുണ്ടാവുന്നത് എപ്പോഴാണ്? അവൻ്റെ കൂടെ ഇരിക്കണം, സംസാരിക്കണം. ഇന്ന് ഏറ്റവും അച്ഛനെ പ്രൊമോട്ട് ചെയ്ത് പറയാണ്, ദിവികാരത്തിന് മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കണം മക്കളെ. കുർബാന സ്വീകരിച്ചിട്ട് ഈശോയെ അങ്ങൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണല്ലോ കർത്താവേ, അങ്ങ് എനിക്ക് വേണം, അങ്ങനെ നിറയണം, അങ്ങനെ നയിക്കണം, അങ്ങനെ ശക്തിപ്പെടുത്തണം. ആ യോഹന്നാൻ 10:10 ജീവന സമൃദ്ധി കൊണ്ട് നിറയ്ക്കണം എൻ്റെ ഈശോയെ. കർത്താവുമായുള്ള ബന്ധം ആഴപ്പെടുത്തും മക്കളെ. എൻ്റെ എവിടെ പൊക്കോ, എവിടെ മക്കളെ പറഞ്ഞു വിട്ടോ, ബന്ധമില്ലാത്ത ഒരു മക്കളെ നിങ്ങൾ വിദേശത്തേക്ക് വിട്ടേക്കരുത്. ഇന്ന് പുറത്തു പോയ എന്തോരം മക്കളെന്നറിയോ നശിച്ചു പോയി വിളിക്കണേ. സങ്കടമുണ്ട് മക്കളെ. പുറത്തു പോയി അകപ്പാടെ തകർന്ന് ഡ്രഗ് അഡിക്റ്റായി വേറൊരുത്തൻ്റെ കൂടെ പോയി നശിച്ചു പോയ അനേക മക്കള്. എന്തു പറ്റി? കർത്താവിനെ തേടാതെ വേറെ പലതും തേടി പലയിടത്തും പോയി. അതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം കർത്താവിൽ ഉറപ്പിക്കപ്പെടണം. അതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അവസാനം എന്താ പറഞ്ഞ? ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ കൂടെയുണ്ട്. അതിനാണ് മക്കളെ ദിവ്യകാരുണ്യ ഈശോ, കൂടെ വസിക്കുന്ന കർത്താവ്. ഈശോ എന്തിനാ ദിവ്യകാരുണ്യമായിട്ട് മാറിയേ? നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങും മക്കളെ. കർത്താവിൻ്റെ സ്ഥാനം ഇപ്പം നമ്മുടെ വിളക്കന്നൂര്, ഇവിടെ മാളവനപ്പള്ളി, എന്തുമാത്രം സ്ഥലങ്ങൾ ഈശോയുടെ സാന്നിധ്യമൊക്കെ വെളിപ്പെടുത്തി തരുന്നല്ലേ. അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കുക. കർത്താവ് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കൂടെ വസിക്കാൻ. ഈശോ വന്നത് കൂടെ വസിക്കാൻ. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ വസിക്കാനും കൂടെ എല്ലാം നയിക്കാനും കൂടെ നിന്ന് യുദ്ധം ചെയ്യാനും എത്ര നല്ല ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിനെ കൂടെ നിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധിയില്ലാതെ നമ്മൾ അടുപ്പിച്ച് കുമ്പസാരിച്ച്, പാപികളാണ് നമ്മൾ കുമ്പസാരിച്ച് നമ്മൾ തന്നെ വിശുദ്ധീകരിച്ച് കുർബാന സ്വീകരിച്ച് യേശുവിനെ സ്വന്തമാക്കി പിന്നെ ഈശോയോട് പറ, എല്ലാം പറ, ഈശോയുടെ കാര്യങ്ങൾ പറ. ഈശോ ഏറ്റെടുക്കും, ഈശോ യുദ്ധം ചെയ്യും, ഈശോ പോരാടും. അത് കർത്താവിൻ്റെ പ്രോമിസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് ജെറമിയോട് പറഞ്ഞു, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ കഴിവില്ല. കർത്താവ് എന്ന് പറഞ്ഞ് നീ അങ്ങനെ പറയരുത്. 1:18 പറയാ, ഞാൻ നിന്നെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പ് തൂണും പിച്ചള മതിലുമായി ഉറപ്പിച്ചിരിക്കുന്നു. അവർ നിനക്കെതിരെ യുദ്ധത്തിന് വരും, ജയിക്കത്തില്ല. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഞാൻ നിന്റെ കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെ. ദൈവം വിളിച്ച എല്ലാവരോടും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മളോട് അതിനെ പറഞ്ഞ് ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട മക്കളെ? കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവിനെ കൂടെ നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ കർത്താവിന് വേണ്ടി ആഗ്രഹിക്കാം. വെളിപാട് 3:17 ഇതാ ഞാൻ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, തുറന്നു കൊടുത്താൽ കൂടെ വന്ന് വസിക്കാൻ മുട്ടിക്കൊണ്ടിരിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. എന്തുമാത്രം ആഗ്രഹിക്കുന്നു എന്നറിയോ നമ്മുടെ കൂടെ വസിക്കാൻ നമ്മുടെ ദൈവം? അത്രമാത്രം ആഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാം. ആ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആ ദൈവം വിശ്വസ്തനാണ്, ആ ദൈവം കൈവിടാത്തവനാണ്, ആ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മെ നശിപ്പിക്കാൻ വേണ്ടി മറ്റവൻ, നമ്മുടെ മക്കളെ ഈ അൾത്താരയിൽ നിന്ന് ഈ ദൈവത്തിൽ നിന്ന് അകന്ന് കിട്ടിയാൽ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന പിശാച് ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കിയിട്ട്, അപ്പം അത് മനസ്സിലാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിലേക്ക് കൂടുതലെടുക്കണം, ദൈവത്തെ ചേർത്ത് പിടിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ദൈവത്തിൽ നിന്ന് ഒരു നിമിഷം പോലും അകന്നു പോകരുത്. ദൈവമില്ലാത്ത ഒരു നിമിഷം ഒരു ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മൾ സൂക്ഷിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇരുന്നുകൊണ്ട് തന്നെ കണ്ണുകളടച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ രാത്രിയിൽ ദൈവം നമ്മെ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചതിനോട് നന്ദി പറ. ദൈവം ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നമ്മളോട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് മോനെ, നീ ഭയപ്പെടേണ്ട. സുവിശേഷത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ 365 സ്ഥലത്ത് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. ദൈവമക്കൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല. കർത്താവ് കൂടെയുള്ള ജനം
വേറിട്ട് പാർക്കുന്ന ജനം, കാട്ടുപോത്തിൻ്റെ സദൃശമായ കരുത്തുള്ള ജനം, ദൈവമായ കർത്താവ് കൂടെയുള്ള ജനമാണ് നമ്മൾ. നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവാധിപനും സർവശക്തനുമായ ദൈവം കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? ദൈവത്തെ കൂടെ നിർത്താൻ നമുക്കിടയാകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അങ്ങയുടെ കൂടെ ആയിരുന്നു കൊണ്ട്, അങ്ങയുടെ വചനം ശ്രവിച്ച് അങ്ങയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബങ്ങളെ, മക്കളെ, ജീവിതങ്ങളെ, ജോലി, ബിസിനസ്, കുടുംബജീവിതം, പഠനം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവെ, ഈ മക്കളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, അവസ്ഥകളിലേക്ക്, രോഗങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെല്ലണം. അങ്ങയുടെ കരബലം പ്രകടമാകണം. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് കർത്താവെ, അങ്ങയുടെ കരബലം അങ്ങയുടെ മക്കളിൽ പ്രകടമാക്കിക്കൊണ്ട് അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിക്കണമേ. വിശ്വാസത്തിൽ ഈ മക്കൾ വളരട്ടെ, പ്രത്യാശയിൽ ഈ മക്കൾ വളരട്ടെ. അങ്ങയെ കൂടെ നിർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾ ജീവിക്കട്ടെ. പിശാചിനെ തൊടാൻ പറ്റാത്ത വിധം കർത്താവെ, അങ്ങയുടെ ചിറകിൻ കീഴിൽ അങ്ങയുടെ മക്കളെ മറച്ചു പിടിക്കണമേ. സ്വർഗത്തിൻ്റെ സഹായം, അതിസ്വാഭാവികമായ കൃപകൾ, സൗഖ്യമായി, വിടുതലായി, സമാധാനമായി, സന്തോഷമായി, വിശുദ്ധിയായി ഈ മക്കളിലും ഇവിടെ കുടുംബങ്ങൾ നിറയട്ടെ. രോഗികളായ മക്കൾ അങ്ങയുടെ സാന്നിധ്യ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമായി വിടുതലും ദൈവിക ജീവന സമൃദ്ധി നിറച്ച് അങ്ങയുടെ മക്കളെല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.